ഹലോ, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ അതാ ഇന്നൊരു കുഞ്ഞ് ഒരു മിനി വ്ളോഗാണ് കേട്ടോ. അതും ഞാനും നിഷയും മാത്രമുള്ള. അപ്പോൾ ഒരു ഈവനിങ് മിനി വ്ളോഗായിട്ട് ഇത് കാണാം. അപ്പോൾ അതാ നമുക്ക് ഒരു ഈവനിങ് ഒക്കെ ആയ ടൈമിൽ ഭയങ്കരമായിട്ട് പഴംപൊരി നിന്നാണ് ഒരു പൂതി. അപ്പം വീട്ടിൽ പടവും ഇല്ല, എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ഇറങ്ങാമെന്ന് കരുതി. ഞാനും നിഷയും നടന്നങ്ങോട്ട് പോയിട്ടോ കടയ്ക്ക്. നമ്മളടുത്ത് തന്നെയാണ് കട വരുന്നത്. അപ്പം നടക്കാമെന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും മക്കളൊക്കെ ഉമ്മാൻ്റെ ഒക്കെ എടുത്ത് ഏൽപ്പിച്ച് നേരെ കടയിലോട്ട് പോയി. അവിടുന്ന് പഴമൊക്കെ മേടിച്ചു. കടയിൽ പോയാൽ പിന്നെ ഐസ്ക്രീം കഴിക്കണമല്ലോ. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാട്ടോ. പിന്നെ മക്കളും കൂടെ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മക്കൾക്കൊക്കെ പഴം കൊടുത്തു കഴിഞ്ഞാൽ ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും പനി തൊണ്ടവേദന കാര്യങ്ങൾ വരുന്നുണ്ട്. മക്കൾക്ക് നമ്മൾ ഐസ്ക്രീം ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഓയിലും അതുപോലെ പഴവും മേടിച്ച് കൂടെ ഇതേ രണ്ടാൾക്കും ഓരോരോ കോൺടോപ്പും മേടിച്ചു കഴിച്ചു കേട്ടോ. മക്കൾക്ക് ചെറിയ മിഠായി നമ്മൾ വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഐസല്ലാത്ത. പിന്നെ ഇതാണ് നമ്മൾ അവിടെയുള്ള സെയ്താജിൻ്റെ ഗേറ്റ് എന്നൊക്കെ പറയുന്നത്. വലിയൊരു ഗേറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ രണ്ട് വീടുണ്ടാക്കുന്നുണ്ട്. ഒരു വീടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ഒരു വീടിന് തറ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊക്കെ നടന്ന് ഞങ്ങൾ ഏകദേശം വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്താൻ നേരത്താണ് നമ്മുടെ ഐസിന് അയാൻ നമ്മൾ കണ്ടു വന്നപ്പോൾ പിന്നെ ഐസ്ക്രീം നമുക്ക് കൊടുത്ത്. പിന്നെ ഈ ഒരു വീട് ഇത് 5.5 കൊല്ലം ഞങ്ങൾ താമസിക്കുന്ന ഒരു വീടാട്ടോ. അപ്പോൾ നമ്മൾ വീട് പണി കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ അത്രയും കാലം നമ്മൾ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വീട് പൊളിക്കാൻ പോയെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പഴം പൊരിക്കാനുള്ള കൂട്ട് റെഡിയാക്കിയാലോ. അപ്പോൾ അതിലേക്ക് മൈദ എടുത്തിട്ടുണ്ട്, അരിപ്പൊടി, മൈദ, മഞ്ഞൾപ്പൊടി, ഏലക്ക, പഞ്ചസാര, ഉപ്പ് ഇതൊക്കെ എടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ബാറ്ററി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പഴതാ ഇതേ രീതിയിൽ ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് ഇതേ നമ്മളെ ചട്ടിക്കാറക്കി അങ്ങോട്ട് വെച്ച് കൊടുത്തു. പിന്നെ പഴംപൊരി പൊരിക്കാൻ വലിയ പണിയുള്ളതൊന്നുമല്ലല്ലോ അല്ലേ. അങ്ങനെ ഇതാ നമ്മുടെ ഓയിലൊക്കെ ഒഴിച്ച് മാവിൽ മുക്കി നമ്മുടെ പഴം അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലോണം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഐസിൻമോനക്ക് ഞാൻ കാടമുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട. അപ്പോൾ പിന്നെ അവന് മാത്രമല്ല മറ്റവർക്കൊക്കെ വെച്ചിട്ടുണ്ട്. അവൻ്റെ പേര് പറഞ്ഞെന്നുള്ളൂ. മറ്റു 3 മക്കൾക്കും നമ്മൾ കാടമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പഴംപൊരി പൊരിച്ച് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ചായ കൂട്ടാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് കോഫിയും നിഷയ്ക്ക് സാധാ ചായ, അതായത് പാൽ ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് പാൽ ചായ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കോഫി കുടിക്കാമെന്ന് കരുതി. അങ്ങനെ അതും എടുത്ത് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലോട്ട് പോയി. അപ്പോൾ അതേ വൈകിട്ട് ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്നായിരത്തിരുന്ന് ഞാനും നിഷയും ചായ കുടിച്ചു. ഉമ്മി മക്കളെല്ലാവരും കിച്ചണിലും ഹോളൊക്കെ ആക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മുന്നായിരത്തോട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ പോയിരുന്നതേ നമ്മൾ ചായയൊക്കെ എടുത്ത് പഴംപൊരി എടുത്ത് നമ്മൾ കഴിച്ചു കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പൂതി വരുമ്പോൾ കഴിക്കണ ഒരു രസമല്ലേ. അപ്പോൾ അതാ നമ്മൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ.